തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ മദാപുരം ക്ഷേത്രത്തിൽ സ്വകാര്യ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന 27-കാരൻ അജിത് കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നീതി തേടി തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയ് ശിവാനന്ദശാലയിൽ TVKയുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മാപ്പല്ല വേണ്ടത് നീതിയാണെന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു വിജയുടെ പ്രതിഷേധം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ചോദ്യങ്ങളുമായാണ് വിജയ് രംഗത്തെത്തിയത്. 24 കുടുംബങ്ങളോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞോ എന്നും വിജയ് ചോദിച്ചു. പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമുള്ള വിജയുടെ ആദ്യ വലിയ പൊതുറാലിയാണ് സംഘടിപ്പിച്ചത്. കസ്റ്റഡി മരണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നാണ് TVKയുടെ ആവശ്യം. അജിത് കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം CBI ഏറ്റെടുത്തു. സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ CBI നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. കസ്റ്റഡിയിൽ ക്രൂരമായ പീഡനത്തിന് അജിത് കുമാർ ഇരയായെന്ന് സ്ഥിരീകരിച്ചിരുന്നു. നികിത എന്ന സ്ത്രീ നൽകിയ ആഭരണ മോഷണ പരാതിയെ തുടർന്നാണ് അജിത് കുമാറിനെ പോലീസ് ചോദ്യം ചെയ്തത്. പിന്നീട് കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്ന വിവരമാണ് പുറത്തു വന്നത്. അജിത്തിന്റെ ശരീരത്തിൽ 40ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇത് പോലീസ് ചോദ്യം ചെയ്യലിനിടെയുണ്ടായ ക്രൂരമായ പീഡനമാണെന്നാണ് ശരിവെക്കുന്നത്. സെഷൻസ് ജഡ്ജ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ അജിത് കുമാർ ക്രൂരമായ പീഡനത്തിന് ഇരയായെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സ്ഥിരീകരിച്ചിരുന്നു. കോടതിയാണ് CBIയോട് അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആഗസ്റ്റ് 20-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.